പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷ ബോസ് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പൂങ്കോട് ഇലക്ഷൻ നടക്കുന്ന കേന്ദ്രത്തിലേക്ക് വരുന്ന ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. മുഖരുടെ തുമ്പി കൈ മോദക നൈവേദ്യം മുഖരുടെ തുമ്പി കൈ മോദക നൈവേദ്യം ശ്രീജനനാഥ നീതിരുവന്നേ വിഘ്നവിനാശകനേ ശ്രീജനനാഥ മോദകപ്രിയാവിക്രമകർഷണമേ മഹേശ്വരതനയ മുരുകതോദര പമ്പാഗണപതിയേ ശ്രീജനനാഥ മോദകപ്രിയാവിക്രമകർഷണമേ മഹേശ്വരതനയ മുരുകതോദര പമ്പാഗണപതിയേ പമ്പയിലെത്തിയ നേരം ഞാനൊരു സുന്ദര മുഖമോർത്തു പമ്പയിലെത്തിയ നേരം ഞാനൊരു സുന്ദര മുഖമോർത്തു ഒറ്റക്കൊമ്പൻ ഗണപതി നിന്നോട് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷ ബോസ് വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ മുന്നേ ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്തിലേക്ക് കടക്കുമെന്നാണ് സാക്ഷി പ്രതീക്ഷിക്കുന്നത്. ഹലോ പമ്പ തീരത്തിനാറാട്ട് സ്വാമി അയ്യപ്പനാറാട്ട് പമ്പ തീരത്തിനാറാട്ട് ഇരുമുടി കിട്ടേണ്ടി 18 പടി കയറി എത്തും മനസ്സിനാറാട്ട് ഇരുമുടി കെട്ടേണ്ടി 18 പടി കയറി എത്തും മനസ്സിനാറാട്ട് സ്വാമി ശരണമയ്യപ്പ ശരണ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണ ശരണമയ്യപ്പ പുലി വാഴുന്ന കാട്ടിലൂടയ്യ പൊന്മല കേറി വരുന്നു ഞങ്ങൾ വൻപുലി വാഴുന്ന കാട്ടിലൂടയ്യ പൊന്മല കേറി വരുന്നു ഞങ്ങൾ പൊന്മല കേറി വരുന്നൊര ഞങ്ങളെ കാട്ടിലെ പൊന്നയ്യപ്പ പൊന്മല കേറി വരുന്നൊര
കാത്തിരേ പൊന്നയ്യപ്പ തപ്പുകൊട്ടിപ്പേട്ട തുള്ളി തയ്യലേ വണങ്ങി ഞങ്ങളെ തേങ്ങയുടച്ചു പാവം തീർത്തു തപ്പുകൊട്ടിപ്പേട്ട തുള്ളി തയ്യലേ വണങ്ങി ഞങ്ങളെ തേങ്ങയുടച്ചു പാവം തീർത്തു സ്വാമി ശരണമയ്യപ്പ ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണം ശരണമയ്യപ്പ കണ്ണേരുമാക്കാനായി പറകൊട്ടേണം മാളികപ്പുറത്തമ്മേ വണങ്ങിടേണം കണ്ണേരുമാക്കാനായി പറകൊട്ടേണം മാളികപ്പുറത്തമ്മേ വണങ്ങിടേണം നാടൻ ദൈവങ്ങളെ തുണച്ചിടേ എന്റെ സന്താന ദോഷങ്ങൾ അകറ്റിടേ നാടൻ ദൈവങ്ങളെ തുണച്ചിടേ എന്റെ സന്താന ദോഷങ്ങൾ അകറ്റിടേ അയ്യനയ്യ കോടനായ മാവരെ വണങ്ങി ഞങ്ങൾ പടിയിറങ്ങി വരയിറങ്ങി പോകുന്നേ അയ്യനയ്യ കോടനായ മാവരെ വണങ്ങി ഞങ്ങൾ പടിയിറങ്ങി വരയിറങ്ങി പോകുന്നേ സ്വാമി ശരണമയ്യപ്പ ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണം ശരണമയ്യപ്പ സ്വാമി അയ്യപ്പനാട്ട് പമ്പ തീരത്തിനാട്ട് സ്വാമി അയ്യപ്പനാട്ട് പമ്പ തീരത്തിനാട്ട് ഇരുമുടി കെട്ടേന്തി പതിനെട്ടാം പടി കയറി എത്തുന്ന തിരുനാറാട്ട് ഇരുമുടി കെട്ടേന്തി പതിനെട്ടാം പടി കയറി എത്തുന്ന തിരുനാറാട്ട് സ്വാമി ശരണമയ്യപ്പ ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണം ശരണമയ്യപ്പ നമസ്കാരം സ്ഥാനാർത്ഥി. അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ ബൂത്തിലേക്കായിരിക്കും. എല്ലാ വോട്ടർമാരെയും ബൂത്തിൽ കൃത്യസമയത്ത് എത്തിച്ച് വോട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെല്ലാം സജീവമായോ? നടക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും സാക്ഷിയുടെ പേരിൽ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷ ബോസ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ മുന്നോടിയായി ബൂത്തിലേക്ക് പോകുന്ന ദൃശ്യമാണ്. ക്ഷേത്ര ദർശനവും പ്രവർത്തകരുടെ പിന്തുണയും അനുഗ്രഹവും തേടി സ്ഥാനാർത്ഥി നിൽക്കുന്നു. UDFന്റെ സജീവ പ്രവർത്തകൻ മധുസൂദനൻ പിള്ളയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടൻ ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വോട്ട് ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ വോട്ടർമാരെല്ലാവരെയും ബൂത്തുകളിൽ എത്തിക്കാനുള്ള പ്രവർത്തനം ഭംഗിയായി നടന്നു കാണുമല്ലോ. അപ്പോൾ സാക്ഷിയുടെ പേരിൽ എല്ലാവിധ വിജയ ആശംസകളും. ജന്മപാപങ്ങൾ ഇരുമുടിക്കെട്ടാക്കി ശബരിമലയ്ക്കു തിരിച്ചു.
മുൻജന്മപാപങ്ങൾ ഇരുമുടിക്ക് സാക്ഷി ശബരിമലയിട്ടു തിരിച്ചു പമ്പാനദിയിൽ കുളിച്ചു പിന്നെ ശ്രീഗണനാഥനെ ഭജിച്ചു വിഘ്നങ്ങൾ മാറുവാൻ ഗണനാഥൻ മുന്നിലായി നാളികേരമുടച്ചു അയ്യന്റെ നെയ്യാകും മല തൊട്ടു വന്നിച്ചു മല കയറാനും തുടങ്ങി രാവണം കയറി തുടങ്ങി സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ. പൂങ്കോട് ജനത ഇന്ന് ബൂത്തിലേക്ക് ജനകീയ കോടതിയിൽ ജനങ്ങൾ വിധിയെഴുത്തു നടത്തുന്നു. ഈ വിധിയെഴുത്തിൽ ജനം ആരെ ഉൾക്കൊള്ളും, ആരെ പിന്തള്ളും എന്നതിനെ സംബന്ധിച്ച് പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പായി അവസാന ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞു. മൂന്ന് മുന്നണികളും വളരെ വിജയ പ്രതീക്ഷയോടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് ആദ്യം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസും തൊട്ടു പിന്നാലെ തന്നെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടനും എത്തിക്കഴിഞ്ഞു. ക്ഷേത്ര ദർശനം കഴിഞ്ഞതിനു ശേഷം വോട്ട് ചെയ്യുവാനാണ് അവരുടെ തീരുമാനം എന്നാണ് സാക്ഷിയോട് പ്രതികരിച്ചത്. പ്രവർത്തകരെ ഒക്കെ സജീവമാക്കുകയും വോട്ടർമാരെ കൃത്യമായും ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ പ്രവർത്തനം ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചുവെന്നാണ് ഇരു സ്ഥാനാർത്ഥികളും സാക്ഷിയോട് പ്രതികരിച്ചത്. മധുരസ്വരം നിറമിയോടന്നു പ്രാർത്ഥിച്ചു മോഹനമിന്നുണ്ണിയോടൊത്തുരാനെന്റെ സ്വാമി അയ്യപ്പനെ ഭജിച്ചു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടൻ പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഇതൊക്കെ വേണം.
LDF സ്ഥാനാർത്ഥി ഗ്രീഷ്മ ചൂടന്റെ ഭർത്താവ് ഇപ്പോൾ സാക്ഷിയോടൊപ്പം ഉണ്ട്. പ്രതികരണം ആരായം. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ കാണുന്നു? ഗ്രീഷ്മ ചൂടന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ കാണുന്നു? നല്ല വിജയപ്രതീക്ഷയുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യും. സ്വാമിയപ്പന്റെ നാമം ഭജിക്കുവിൽ തെല്ലും ഭയമതില്ല. വൻകുലിക്കാട്ടാന ഘോരമൃഗങ്ങളും കൂട്ടമായി മെയ്യുമിടം. സ്വാമിയപ്പന്റെ നാമം ഭജിക്കുവിൽ തെല്ലും ഭയമതില്ല. പന്തളരാജനം ശ്രീമണികണ്ഠനും കൂട്ടിന് കൂടെയുണ്ടേ. പന്തളരാജനം ശ്രീമണികണ്ഠനും കൂട്ടിന് കൂടെയുണ്ടേ. സന്നിധിയെത്തി തൊടുവരുളമയ്യനും കൂടെയുണ്ടേ സ്വാമി. വോട്ടിംഗ് കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കും. അപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി 2 സ്ഥാനാർത്ഥികളും LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ബൂത്തായ കൃഷിഭവനിലേക്ക് പോകുന്ന തയ്യാറെടുപ്പിലാണ്. കൂടുതൽ വിശേഷങ്ങൾ തത്സമയം സാക്ഷിയിലൂടെ പ്രേക്ഷകർക്ക് കാണാം. ിൽ
ഹലോ. എപ്പോൾ ഇറങ്ങും? ആദ്യം അവിടെ ഒരു കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ വരും. കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ ആദ്യം വരും. ഓ ശരി, അവിടെ വരും. ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ശരി ശരി. ഏതാ? ഹലോ, ഇറങ്ങിയ വീട്ടിൽ നിന്ന്. ഞാൻ ക്ഷേത്രത്തിൽ കാണും. മറ്റ് 2 സ്ഥാനാർത്ഥികളും വന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഓ ശരി ശരി. ഹലോ. കേൾക്കാൻ പറ്റുന്നില്ലേ? ശരി ശരി.
അപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്ത ബൂത്തിലേക്ക് പോകുന്നു. അത് തുടർന്ന് എങ്ങനെ ഇവിടെ ഉണ്ടാവും? ശരി. ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അവസാന ഘട്ടങ്ങളിൽ എങ്ങനെ ഉണ്ടായിരുന്നു? തെരഞ്ഞെടുപ്പിന്റെ അവസാനം എത്തിയപ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തന്നെ ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പോതയിൽ എല്ലാ പ്രവർത്തനങ്ങളും അവസാനമെത്തി. ഇന്നലെ വരെയുള്ള എല്ലാ നടപടികളും പൂർത്തിയായപ്പോൾ ഞങ്ങൾ 3 അക്കം കഴിയും ഞങ്ങളുടെ ഭൂരിപക്ഷം. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി നടത്തിയിട്ടുണ്ട്. ദൂരമേഖലകളിൽ ഉള്ള ആൾക്കാരെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായോ? ദൂരമേഖലയിലെ ആൾക്കാരെ കൊണ്ടുവരാൻ, ഓരോരുത്തരെയും കൊണ്ടുവരാനുള്ള, LDFന് കിട്ടുന്ന വോട്ടുകൾ കൊണ്ടുവരാനുള്ള ഓരോ പ്രവർത്തകരെയും ചുമതലപ്പെടുത്തി അതെല്ലാം കൃത്യസമയത്ത് തന്നെ വോട്ട് ചെയ്ത് പൂർത്തീകരിക്കും. അപ്പോൾ വളരെ വിജയപ്രതീക്ഷയിലാണ്. സന്തോഷമാണ്, വിജയപ്രതീക്ഷയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകൾ സാക്ഷിയുടെ പേരിലും. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? നമ്മൾ വിജയിക്കും, LDF വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഗ്രീഷ്മ എല്ലാ വോട്ടർമാരെയും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. സ്ക്വാഡായി ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടർമാര്. അതിന്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞ് വോട്ടർമാർ വന്നു തുടങ്ങി. അപ്പോ LDF കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ വിജയപ്രതീക്ഷ നിലനിർത്താൻ കഴിയട്ടെ. കഴിയും, തീർച്ചയായിട്ടും. ഇറക്കും എല്ലാവരെയും. അത് രണ്ടോട്ടിരിക്കും. അവിടെ Let's
വോട്ടൊക്കെ രേഖപ്പെടുത്തിയോ? ആ, വോട്ടിട്ട്. അപ്പോൾ എല്ലാ വർഷവും ജോലിയുണ്ട്, ജോലിക്ക് പോവാണ്. ആ, ശരി. ചടയമംഗലത്തെ പ്രമുഖ ഫോട്ടോഗ്രാഫറായ മോഹനൻ പിള്ളയാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? ഒന്നും ആയിട്ടില്ല. ആ, അപ്പോ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അത്യാവശ്യം ഒരു വഴിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ വോട്ട് ചെയ്തു. ആ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തും? ഇല്ല. അത്യാവശ്യം ആയതുകൊണ്ട് ചെയ്തു. ആ, താങ്ക് യു. ഇപ്പോൾ LDFന്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ബിന്നുപിള്ള സാക്ഷിയോടൊപ്പം ചേരുന്നു. പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായോ? എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. രാവിലെ മോക്ക് പോൾ കഴിഞ്ഞു. 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചു. ഞാനിപ്പോൾ ഉള്ളത് 2ാം ബൂത്തിലാണ്. ആദ്യം ഇപ്പോൾ 7 വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരാണ് ആദ്യമായി പോൾ ചെയ്തിരിക്കുന്നത്. വിജയപ്രതീക്ഷ എത്രമാത്രം വെച്ചു പുലർത്തുന്നു? അതിൽ ഒരു സംശയവും വേണ്ടല്ലോ. നമ്മൾ അക്കാര്യത്തിൽ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചിട്ടയായ പ്രവർത്തനം, വളരെയേറെ ആത്മവിശ്വാസം, എല്ലാ വോട്ടർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനവും ഈ വാർഡിൽ പൂർത്തിയാക്കി പല ദുഷ്പ്രചരണങ്ങളെയും നമുക്ക് മറികടന്നുകൊണ്ട് വോട്ടർമാരിൽ ആത്മവിശ്വാസം നൽകി കൃത്യമായും അവരിടതു മുന്നണിയെ വിജയിപ്പിക്കും. നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ഗോവിന്ദൻ വിജയിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ദൂരെയുള്ള വോട്ടർമാരെയൊക്കെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായോ? അവരെല്ലാം നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള വാഹനങ്ങൾ പോയിട്ടുണ്ട്. അവരെല്ലാം വരും. ചിലർ അല്ലാതെ ബസ്സിൽ വരും. അത് എത്തിക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടർമാരെയും എടുത്ത് വോട്ട് ചെയ്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ.
ഇപ്പോൾ സാക്ഷിയോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നതും അതുപോലെ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ബിജു ആണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ ഇന്നലെ രാത്രിയിൽ തന്നെ ഉണ്ടായി. ഇതെല്ലാം അതായത് LDFിൻ്റെ ഭാഗത്തുനിന്നും വളരെ മോശമായ രൂപത്തിൽ നമ്മളെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം അയച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതൊക്കെ അവർ തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴുള്ള അവർക്കുള്ള സമീപനമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ മുതൽ വളരെ നല്ല രൂപത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് രാവിലെ ഉണ്ടത്. ഏതായാലും നമുക്ക് വിജയപ്രതീക്ഷയാണ്. 100% അഡ്വക്കേറ്റ് ഉഷാ ബോസ് വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയേറിയ അഭിപ്രായം. വോട്ടർമാരെ എല്ലാവരെയും എത്തിക്കാനുള്ള പ്രവർത്തനമൊക്കെ സജീവമായോ? തീർച്ചയായും എല്ലാ വോട്ടർമാരെയും കൃത്യമായിട്ടും എത്തിക്കും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പൂങ്കോട് വാർഡിലെ എന്ന് വെച്ചാൽ എല്ലാ വോട്ടർമാർക്കും നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് നമ്മളിവിടെ നിന്ന് വോട്ട് ചെയ്തോളും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ, കിടപ്പ് രോഗികൾ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ കൊണ്ടുവന്നാൽ മതി. ഏതായാലും നമ്മുടെ ഒരു നല്ല ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരെല്ലാവരും. അപ്പോൾ വിജയ പ്രതീക്ഷ തീർച്ചയായും 100% വിജയപ്രതീക്ഷയുണ്ട്. കൃത്യമായി നമ്മൾ അഡ്വക്കേറ്റ് ഉഷാ ബോസ് വിജയിച്ചിരിക്കും. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും സാക്ഷിക്ക് വേണ്ടി നേരുന്നു. ഓക്കെ. അല്ല, അവർ ചോദിക്കുന്നെങ്കിലേ പക്ഷെ അവർ ചോദിക്കുന്നെങ്കിൽ ചോദിക്കുന്നെങ്കിൽ പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല മുമ്പോട്ട് കൂടാ, അല്ലേ തിരിച്ചിട്ട് പോ. സിപ്പില്ലാട്ടാ NDA സ്ഥാനാർത്ഥി ലേഖ രാജേഷും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കുഞ്ഞയ്യപ്പ ക്ഷേത്ര ദർശനം നടത്താൻ എത്തുമെന്നാണ് സാക്ഷിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു 2 സ്ഥാനാർത്ഥികളും LDFിൻ്റെ അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടനും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസും ബൂത്തിൽ വന്ന് ഗ്രീഷ്മ ചൂടൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി ഉഷാ ബോസ് മറ്റ് ബൂത്തിൽ സന്ദർശനം നടത്തി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ഈ ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് UDFിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും സാക്ഷിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സാക്ഷിയോടൊപ്പം ചേരുന്നത് NDAയുടെ പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ചുമതലക്കാരൻ ഹരി പോരേടമാണ്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ എങ്ങനെ പൂർത്തീകരിച്ചു? ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന് വളരെ അഭിമാനപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. 6 മണി വരെ, രാവിലെ 7 മണി രാവിലെ വളരെ കുറവാണ്. 2 സ്ഥലങ്ങളിലെ സെൻറ്ററിൽ ഞാൻ പോയിരുന്നു. 2 സ്ഥലങ്ങളിലെ സെൻറ്ററിലും
ക്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് രാവിലെ ആൾ കാണേണ്ട ഒരു ടൈമാണ്. എന്നാലും പോളിംഗ് വളരെ കുറവായിരിക്കുമെന്ന് രാവിലെ ഒരു സൂചനകളുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ ആൾ ഒന്നും എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷേ പിന്നെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സമാധാനപരമായിട്ടൊരു തിരഞ്ഞെടുപ്പാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. സമാധാനപരമായ ഒരു തിരഞ്ഞെടുപ്പിന് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും. പിന്നെ വേറെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റിക്ക് അതേപ്പറ്റി ഒരു പരാതികൾ രാവിലെ ഉടലെടുത്തിട്ടില്ല. പക്ഷേ വേറെ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ LDF UDF വിഷയങ്ങളൊക്കെ രാത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിവായിട്ടില്ല, നമ്മൾ അതിൽ ഭാഗവാക്കായിട്ടില്ല. എന്നാലും വളരെ നല്ല രീതിയിലുള്ളൊരു സമാധാനപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ എന്ന് രാവിലെ ആശംസിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിന് ശേഷം നേരിട്ട് കാണാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ വിലയിരുത്തുന്നു? തിരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെയല്ല. തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വളരെ അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നാണ് നമ്മുടെ പര്യടനങ്ങൾ. 4 റൗണ്ട് ഞങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ആ പര്യടനങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് NDAക്ക് അനുകൂലമായ ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരും എന്ന് തന്നെയാണ്. അതിൽ ഒട്ടും സംശയമില്ല. കാലാകാലങ്ങളുണ്ടാകുന്ന ആരോപണങ്ങൾ, ചില കൂട്ടുകെട്ടുകളിലുള്ള ആരോപണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA ദേശീയ ജനാധിപത്യ സഖ്യത്തെ കുഴിക്കുന്നുണ്ട്. അത് വരും കാലങ്ങളിൽ അത് കാലം തെളിയിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അറിയിക്കുവാനുള്ളത്. അപ്പോൾ 2 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളിൽ ബൂത്തിൽ എത്തിക്കഴിഞ്ഞു. NDAയുടെ സ്ഥാനാർത്ഥി താഴെ കൃഷിഭവനിൽ വന്നിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ആ സ്ഥാനാർത്ഥി നമ്മുടെ SV പൂങ്കോടിലേക്ക് എത്തുന്നതായിരിക്കും. രാവിലെ അവിടെ കൃഷിഭവനിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും സാക്ഷിയുടെ പേരിൽ. ഓക്കെ, നന്ദി, നമസ്കാരം. അവരെ കൊണ്ട കാരണം മീഡിയസിന് അലോഡല്ല. ശരി, ഓക്കെ. അവിടെ അവിടെ സ്ഥാനാർത്ഥി ധരിക്കുന്നേ ക്ഷേത്ര ദർശനം കൂടി എടുത്തിട്ടുണ്ട്. ശരി ശരി. അവിടെ അവർ സ്ഥാനാർത്ഥി സമയം കിട്ടുമ്പോൾ അതിൽ കൂടെയാണ് വോട്ട് ചെയ്തോണം. നിങ്ങളെല്ലാവരും കൂടെ നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്തോണം. വൈകുന്നേരം ആയിക്കളായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓരോ അതെ ഇവിടേക്ക് വന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുക. രാഷ്ട്രീയം പറയണേ, വീട്ടിൽ 2 വോട്ടർ പട്ടിക ഇരിക്കൊണ്ട് 2 ഭാഗത്തില്ല. ബൂത്ത് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വരണം. മാമരം പറഞ്ഞു ഞാൻ വിളിക്കാം, ഞാൻ അങ്ങോട്ട് പോവാം. ഇവിടെയാന്ന് ഇയാൾക്കോട്ട് ആഴ്ച വിജേഷ് ഇപ്പോൾ സാക്ഷിയോടൊപ്പം ഉള്ളത് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടൻ്റെ സഹോദരനും ഡോക്ടറുമായുള്ള വിജേഷ് ചൂടനാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക്. എങ്ങനെ കാണുന്നു സഹോദരിയുടെ വിജയപ്രതീക്ഷ? നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. കാരണം അത്രയും നല്ല വർക്ക് നമ്മളെ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയധികം പ്രതീക്ഷയിലാണ് ഈ ഒരു ഇലക്ഷൻ നോക്കി കാണുന്നത്.
സഹോദരിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങുവാൻ സമയം കിട്ടിയോ? തീർച്ചയായും കിട്ടി. എന്നെ കഴിയാവുന്ന പരമാവധി ഇതിൽ ഞാൻ അവളെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന വോട്ടുകളെല്ലാം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും വോട്ട് നേടാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് തിരക്കുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഞാൻ മാക്സിമം ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല വിജയപ്രതീക്ഷയിലാണ്. അപ്പോൾ എല്ലാവിധ ആശംസകൾ സാക്ഷിയുടെ പേരിൽ. താങ്ക് യു. വേണ്ട, ഇവിടെ അങ്ങ് പോട്ടെ. ഒരാൾ വന്നാൽ പിന്നെ ആണ് അവിടെ സ്ഥാനാർത്ഥികളെ അങ്ങോട്ടാക്കി. 3 സ്ഥാനാർത്ഥികൾ അവിടെ ആക്കി. ഇവിടെ ഒരാൾ നിന്ന് അവരെ അങ്ങോട്ട് പറഞ്ഞു. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാൻ കഴിയുന്നില്ല. മന്ദഗതിയിലാണ് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ബൂത്തുകളിൽ സജീവമായി വോട്ടർമാർ എത്തുമെന്നാണ് മുന്നണികളുടെ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ NDAയുടെ സ്ഥാനാർത്ഥി ലേഖ രാജേഷ് കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടി എത്തുമെന്നാണ് BJPയുടെ നേതാവ് ഹരി വ്യക്തമാക്കിയിട്ടുള്ളത്. ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ ബൂത്തുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും അവർക്കൊക്കെ അകലം കൃത്യമായും രേഖപ്പെടുത്തിയ കേന്ദ്രങ്ങളിൽ മാത്രം നിർത്തുവാൻ വേണ്ട തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശ്രദ്ധയുണ്ട്. മാധ്യമ പ്രവർത്തകരടക്കം ആ അകലം കൃത്യമായും പാലിക്കണമെന്നാണ് പോലീസ് അധികാരികൾ മാധ്യമപ്രവർത്തകരോടും അറിയിച്ചിട്ടുള്ളത്.
വോട്ടിടാൻ പോവാണ്. വോട്ടിടാൻ പോകണം. ആ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്? ഞെട്ടപ്പ് വിജയമായിരിക്കും. ടൈറ്റ് മത്സരമല്ലേ, ടൈറ്റ് മത്സരം. അപ്പോൾ വോട്ട് ചെയ്തിട്ട് വരിക. വോട്ട് ചെയ്യാൻ പോവുക. ഇപ്പോൾ സാക്ഷിയോടൊപ്പം ഉള്ളത് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടൻ്റെ പിതാവ് ചൂടനാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക്. മകളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? പരിപൂർണ വിശ്വാസമാണ് ജയിക്കുമെന്നുള്ളത്. ദൂരമേഖലയിലുള്ള വോട്ടർമാരെയൊക്കെ ഇന്ന് സ്ഥലത്ത് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായോ? എല്ലാം പരിപൂർണമായിട്ടും പൂർണ്ണമായി. അപ്പോൾ മകളെന്നുള്ള നിലയിലും ഇടതുമുന്നണി എന്നുള്ള നിലയിലും ഗ്രീഷ്മ ചൂടൻ്റെ വിജയപ്രതീക്ഷ എങ്ങനെ കാണുന്നു? വളരെ പ്രതീക്ഷയോടെ തന്നെ കാണുന്നു. അപ്പോൾ എല്ലാവിധ തീർച്ചയായിട്ടും ജയിക്കും, ഉറപ്പ്. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകൾ. ഇപ്പോൾ സാക്ഷിയോടുള്ളത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും LDF നേതാവായിട്ടുള്ള ഹരി വി നായരാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് നിസ്സംശയം LDF വിജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഈ വാർഡിലെ ജനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ അഭൂതപൂർവമായ പിന്തുണയാണ് LDFന് നൽകിയിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷം, ഈ വാർഡിൽ ഇതുവരെ ഉണ്ടാകാത്ത ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വോട്ടർമാരെ എല്ലാം ബൂത്തുകളിൽ എത്തിക്കാനുള്ള പ്രവർത്തനം എത്രത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്? രാവിലെ 7 മണി മുതൽ തന്നെ LDFന്റെ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിലും വോട്ടർമാരെ എത്തിക്കുന്ന പ്രവർത്തനത്തിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തകർ ഫീൽഡിലാണ്. അതുമായി ബന്ധപ്പെടുത്തിയ കൊണ്ടുവരേണ്ട വോട്ടുകളെല്ലാം രാവിലെ മുതൽ തന്നെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഓക്കെ, നമ്മളോടൊപ്പം ഉള്ളത് CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സന്തോഷാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് വളരെ ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലുള്ളതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കും. അതോടൊപ്പം തന്നെ എന്തെല്ലാം ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും ശരി, എന്തെല്ലാം കള്ളക്കരച്ചിൽ നടത്തിയാലും അതൊന്നും ജനത്തിന് ഏക്കത്തില്ല. ഈ വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി വികസന കാര്യങ്ങൾ മാത്രം മുമ്പോട്ട് വെച്ചാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത്. ആ രീതിയിലനുസരിച്ച് രാവിലെ പോളിംഗ് നടക്കുന്നതിനകത്ത് ഒരു 80% LDFന്റെ വോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ. നേതാവാണ്. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിക്കുന്ന ഹരി വി നായർ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും അവസാന ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ തന്നെ എല്ലാ ആത്മവിശ്വാസവും ഈ പൂങ്കോട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളും LDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസാണ്. നമസ്കാരം. അപ്പോൾ വോട്ടർമാരെയൊക്കെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള പ്രവർത്തനം എത്രത്തോളം പൂർത്തീകരിച്ചു?
ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും എൻ്റെ കയ്യിലല്ല, മറ്റ് പാർട്ടിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ബിജു ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വിജയപ്രതീക്ഷ എത്രത്തോളമുണ്ട്? തീർച്ചയായും വിജയപ്രതീക്ഷ തന്നെയാണ്, ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. അവിടെ ബാലൂജിലെ ഉണ്ടല്ലോ. കോൺഗ്രസ് നേതാവ് റഹീം സാക്ഷിയോടൊപ്പം എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച്? ഫലം നമുക്ക് അനുകൂലമായിട്ടാണ് ഇന്നലെ വരെയും നമ്മൾ വിധി എഴുതിയത്. ഇന്നും തുടർന്നും വോട്ടർമാരാണ് ചെയ്യേണ്ടത്. അവർ വോട്ടുകൾ ചെയ്താൽ അവർ മനസാക്ഷിയുള്ളവരാണെങ്കിൽ അവർ വോട്ട് ചെയ്യും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വോട്ടർമാരെയൊക്കെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം പൂർത്തീകരിച്ചു? അത് കിടപ്പ് രോഗികൾ എന്തായാലും ഒന്നും ചെയ്യത്തില്ല, അവരെ പോയി എടുക്കേണ്ട കാര്യമുണ്ട്. അല്ലാത്തവർ സ്വന്തം വാഹനങ്ങളിൽ എത്തി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷ ഉണ്ട്, 100% വിജയിക്കും. അപ്പോൾ UDFന്റെ പ്രവർത്തകരിലെല്ലാം നല്ല ആത്മവിശ്വാസമാണ്. UDF നേതാവ് ആയിട്ടുള്ള മറ്റൊരു കക്ഷിയെ കൂടി നമുക്ക് പരിചയപ്പെടാം. വിളക്കുപാറ രത്നാകരൻ, എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ? ഈ തെരഞ്ഞെടുപ്പ് അഡ്വക്കേറ്റ് ഉഷാ ബോസ് നല്ല ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ജയിക്കും. വോട്ടർമാരെ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം അതിന് തെളിവാണോ? ആ, തെളിവാണ്. വോട്ടർമാരെല്ലാം നല്ല അനുകൂലമാണ് അഡ്വക്കേറ്റ് ഉഷാ ബോസിന് വേണ്ടി. നല്ല അനുകൂലമായിട്ടുള്ള ഇതാണ് വരുന്നത്. നല്ലതുപോലെ അവർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും പ്രാവശ്യം. അപ്പോൾ എല്ലാവിധ ആശംസകളും. ശരി, ഓക്കെ. കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് നെട്ടേത്ര ശിവദാസൻ പ്രതികരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഈ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ ഈ നിലവിൽ ചടയമംഗലം പഞ്ചായത്തിന്റെ ഇത്രയും ശോചനാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി UDFന് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. നമ്മൾ ജനങ്ങളെ കണ്ടെടുത്തോളം തീർച്ചയായും ജനങ്ങൾ ഈ പ്രാവശ്യം ഉഷാ ബോസിന് വോട്ട് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ വിജയ പ്രതീക്ഷ 100% ഉറപ്പിച്ചു. 100% വിജയ ശതമാനം ഉറപ്പിച്ചു. അപ്പോൾ എല്ലാവിധ ആശംസകളും. ആരും വന്നില്ല. വോട്ടർമാരിൽ ചില കോൺഗ്രസ് നേതാവ് രാധാകൃഷ്ണപിള്ള സാക്ഷിയോടൊപ്പം എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പ് ഫലം? അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഉഷാ ബോസ് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. കാരണം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ UDFന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വാർഡ് ഈ പൂങ്കോട് വാർഡാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അത് വ്യക്തമായും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്.
പിന്നെ മറ്റൊന്ന് സ്ഥാനാർത്ഥിയുടെ മികവ്. നമ്മുടെ സ്ഥാനാർത്ഥി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനുള്ള ശേഷിയും കർമ്മശേഷിയുമുള്ള ഒരു ധീര വനിത തന്നെയാണ്, സംശയമില്ല. ഏത് പ്രതികൂല പരിസ്ഥിതിയും ഏത് പ്രതിബന്ധങ്ങളെയും ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശേഷിയുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ഉഷാ ബോസ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കും അതോടൊപ്പം തന്നെ സകലവിധ തെറ്റായ കീഴ്വഴങ്ങൾക്കും നടപടികൾക്കും എതിരെയുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ കാരണവും കൂടി ഈ സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് ഒരു പ്രത്യേക പന്ഥാവ് വെട്ടിത്തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഉഷാ ബോസ് ജയിക്കുമെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഓക്കെ. BJP നേതാവ് കുരിയോട് മഞ്ചേഷ് സാക്ഷിയോട് പ്രതികരിക്കുന്നു. പറഞ്ഞോ. ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ NDA സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷ എത്രമാത്രം ഉണ്ട്? ഈ ജനങ്ങളെ എല്ലാ കാലത്തും വിഡ്ഢികളാക്കിക്കൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിക്കാമെന്ന ഇവിടുത്തെ ഭരണവർഗ പാർട്ടികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും വ്യാമോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള വോട്ട് ആയിരിക്കും ഈ പ്രാവശ്യം ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ നൽകുന്നതെന്നാണ് BJP വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലേഖാരാജ്യത്ത് ഇപ്പോൾ വോട്ട് ചെയ്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ BJP സ്കോർ ചെയ്ത വോട്ട് അത്രത്തോളം BJP നേടുമോ? ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ജനങ്ങളെ സമീപിച്ചുകൊണ്ട് അവരുടെ വോട്ട് തട്ടിയെടുക്കുന്ന ഒരു തന്ത്രമാണ് കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ളത്. ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, കോൺഗ്രസ് പാർട്ടി ആയാലും ശരി, അത് ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും, അതുപോലെ MP കോൺഗ്രസ്സുകാരാണ്, MLA ഇവിടെ കോൺഗ്രസ് ആയിട്ടുണ്ട്, അതുപോലെ മാറി മാറി ഭരിക്കുന്ന കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം കുറച്ച് മോഹനസുന്ദർ വാഗ്ദാനങ്ങളുമായിട്ട് വരും. അവർ പറയും നിങ്ങൾക്ക് ചടയമംഗലം ആസ്ഥാനമാക്കി താലൂക്ക് തരാം, അതുപോലെ ആസ്ഥാനത്തിന് ചടയമംഗലം ആസ്ഥാനമാക്കിയിട്ട് താലൂക്കിന് ആവശ്യമായിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ എല്ലാം റെഡിയായി കഴിഞ്ഞു. മുല്ലക്കര രത്നാകരൻ തറക്കല്ലിട്ടിട്ട് 7 വർഷമായി. അതിനുമുമ്പ് തന്നെ 10-35 വർഷം മുമ്പുള്ള ആവശ്യമാണ് പിന്നെ ചടയമംഗലം ആസ്ഥാനമാക്കിയിട്ടുള്ള താലൂക്ക്. 10-35 വർഷം മുമ്പ് ചടയമംഗലം ആസ്ഥാനമാക്കിയിട്ടുള്ള താലൂക്കിന് വേണ്ടിയിട്ടുള്ള സമരം, സൈക്കിൾ റാലിക്ക് പോലുള്ള സമരങ്ങൾ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് കടയ്ക്കൽ ആസ്ഥാനമാക്കി താലൂക്ക് വേണമെന്ന് അവിടെ ആവശ്യപ്പെട്ട സമയത്ത് ഊളൻകൂവും കുഗ്രാമം അവിടെ വേണോ താലൂക്ക് എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ആ കടയ്ക്കലിൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോൾ ചടയമംഗലത്തിൻ്റെ അവസ്ഥ എന്താണ്. അതുപോലെ തന്നെയാണ് ഈ ആശുപത്രിയുടെ കാര്യം. അവർ പറയും എല്ലാ ഫണ്ടും ആയി കഴിഞ്ഞു, 1 മാസത്തിനുള്ളിൽ കിടത്തി ചികിത്സ ഉണ്ടാവും. ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതുപോലുള്ള തന്ത്രങ്ങൾ. ഇപ്പോൾ എല്ലാം അടുത്ത പിന്നെ മിനി സിവിൽ സ്റ്റേഷൻ്റെ ആ തറക്കല്ല് ഇട്ട് കഴിഞ്ഞു, ഇപ്പോൾ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും. പിന്നെ ജംഗ്ഷന്റെ കാര്യം, ജംഗ്ഷന്റെ വീതി കൂട്ടാനുള്ള ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ജംഗ്ഷൻ മനോഹരമാകും, എല്ലാ കാര്യവും ഉടനെ ശരിയാകും. പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചിട്ടിരിക്കുന്നു, അതിന്റെ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടത്തിൽ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു. അത് 2-3 വർഷമായി അത് കയ്യേറിയിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളാണ് കയ്യേറിയിരിക്കുന്നത്. പാവപ്പെട്ടവൻ എന്തെങ്കിലും ചടങ്ങുകൾ നടത്താനുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാൾ കയ്യേറി പിന്നെ പഞ്ചായത്ത് ഓഫീസ് സ്ഥാപിച്ചിരിക്കുന്നു. ആശുപത്രി കേസ് ഇവർ പറഞ്ഞു തുടങ്ങിയ കാലം 35 വർഷം മുമ്പ്
ഈ ആശുപത്രിക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു, അതുപോലെ പ്രസവമെടുപ്പുണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇവർ ഭരണം എടുത്തതിന് ശേഷം ഇപ്പം ഇവർ പറഞ്ഞ് ഇതൊന്നും ഈ ആശുപത്രിക്ക് ഇല്ലാതായി. പ്രസവമെടുപ്പുമില്ല, ഓപ്പറേഷൻ തിയേറ്ററും ഇല്ല, ഒന്നുമില്ലാത്തൊരു അവസ്ഥ ആശുപത്രിയായി മാറി. ഇവർ പറയുന്ന ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും, അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ കാര്യം, സ്റ്റേഡിയം എത്രയോ വർഷം കൊണ്ട് ഇവർ പണിയുന്നു, എത്രയോ ഫണ്ട് മാറിയിരിക്കുന്നു. ഇവരിപ്പോഴും പറയുന്നുണ്ട് അടുത്ത മാസം ഉദ്ഘാടനമാണ്. രാവിലെ വന്നൊരു ലോറിയിൽ കുറച്ച് മണ്ണെടുത്ത് അപ്പുറത്തിടും, വൈകുന്നേരത്ത് കുറച്ച് മണ്ണെടുത്ത് ഇപ്പുറത്തിടും. അങ്ങനെ എത്രയോ ഉദ്ഘാടനങ്ങൾ തന്നെ 2-3 പ്രാവശ്യം ഈ സ്റ്റേഡിയത്തിൻ്റെ പേരിൽ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ഉദ്ഘാടനം കഴിഞ്ഞു. 50 ലക്ഷം 60 ലക്ഷം രൂപ ഫണ്ട് മാറിക്കൊണ്ടുപോകും. ഇവിടുത്തെ കാര്യങ്ങൾ പണ്ട് ഏതോ ഒരു സിനിമ പറയുന്ന കണക്കാണ്. ഒരിക്കലും പണിതീരാത്ത വീടുകൾ പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടുത്തെ സർക്കാർ ഓഫീസുകളുടെ കാര്യങ്ങളെല്ലാം ഭാർഗവി നിലയങ്ങളാണ്. കുറേ പാമ്പ് കയറി കിടക്കുന്നു, കുറേ കാട് കയറി കിടക്കുന്നു, കുറേ പൊളിച്ചിട്ടിരിക്കുന്നു, കുറേ വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇതാണ്. ഇവിടുത്തെ ഈ ഭാർഗവി നിലയം പോലുള്ള അവസ്ഥയാണ് ഈ ചടയമംഗലത്തിൻ്റെ അവസ്ഥ. സ്റ്റേഡിയം ആണെങ്കിൽ മണ്ണിളക്കിയിട്ടിരിക്കുന്നു, ചന്തയാണെങ്കിൽ കുറേ വേസ്റ്റ് കൊണ്ട് തള്ളി അത് നശിപ്പിച്ചിട്ടിരിക്കുന്നു. എല്ലാ സർക്കാർ ഓഫീസുകളുടെ അവസ്ഥ ഭാർഗവി നിലയം പോലെയാണ്. എന്നിട്ടും ഇവർ വീണ്ടും ജനങ്ങളെ അടുത്ത് വീണ്ടും വോട്ട് തേടി വരുന്നത്. ഇപ്പം ശരിയാക്കി തരാം, ഇതെല്ലാം ഇപ്പോൾ ഉടനെ റെഡിയാവും, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ വരുന്നതുകൊണ്ട്. ഇതിപ്പോൾ ഈ നിലവിലുള്ള സർക്കാർ ഓഫീസുകളും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ്. കാരണം എക്സൈസ് ഓഫീസിന് കെട്ടിടമില്ല, അവർ നിലമേൽ പോയി അന്വേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ചടയമംഗലം ആസ്ഥാനമാക്കി താലൂക്ക് വരണമെങ്കിലോ അതുപോലുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ വരണമെങ്കിലോ മിനി സിവിൽ സ്റ്റേഷൻ പോലുള്ള ആവശ്യങ്ങൾ ഇവിടെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇനിയൊരു മാറ്റം ഇവിടെ ഉണ്ടാകണം. വികസനത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ വരുന്ന ഇവർക്കെതിരെയായിരിക്കണമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വിഡ്ഢികളാകാതെ, ഇവർ കബളിപ്പിക്കപ്പെടാതെ ജനങ്ങൾ പ്രബുദ്ധതയോടുകൂടി വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചടയമംഗലത്തിൻ്റെ അവസ്ഥ ഇനിയും നമ്മൾ മനസ്സിലാക്കണം. ആയൂര് ട്രാഫിക് സിഗ്നൽ, അതുപോലുള്ള നിലമേൽ ട്രാഫിക് സിഗ്നൽ സൗകര്യങ്ങൾ, കടയ്ക്കൽ ഉളങ്കൂവും കുഗ്രാവ് എന്ന് പറഞ്ഞൊരു സ്ഥലം, ഇന്ന് കടയ്ക്കലിൻ്റെ അവസ്ഥ എത്രമാത്രം വികസനമുണ്ടായിരിക്കുന്നു. അപ്പോൾ ചടയമംഗലത്തിൻ്റെ അവസ്ഥ നമ്മൾ താരതമ്യം ചെയ്യണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ വികസനത്തിന് വേണ്ടി വോട്ട് നൽകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ചരിത്രം തുരുത്തി കുറിക്കാനായിട്ടുള്ള ഒരു വോട്ട് ജനങ്ങൾ ഇപ്രാവശ്യം BJPക്ക് അനുകൂലമായി, BJPയുടെ സ്ഥാനാർത്ഥി ലേഖ രാജേഷിന് അനുകൂലമായി നൽകുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. BJP വിജയിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും.
വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. വോട്ടർമാർ കുറച്ചുകൂടി കഴിയുമ്പോൾ സജീവമായി വരും എന്നാണ് ഓരോ മുന്നണിയുടെയും നേതാക്കൾ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിലെ പോലെ വോട്ടിംഗ് നടക്കുമ്പോൾ സാധാരണഗതിയിൽ നീണ്ട ഒരു ക്യൂ ആണ് കാണാറുള്ളത്. പക്ഷേ വളരെ മന്ദഗതിയിലാണ് വോട്ടിംഗ് നടക്കുന്നത്. അവര് കാണുന്നില്ലല്ലോ, ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞു. ലൈവിൽ ക്ലോസ് ചെയ്യണം. എല്ലാവരും വോട്ട് ചെയ്തിട്ട് പോകാം. വോട്ടൊക്കെ രേഖപ്പെടുത്തിയോ? അടിപൊളിയായിട്ട്. ഇത് നമ്മുടെ സമ്മതിദാനാവകാശം, നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ ശാന്തിനഗറിന്റെ ഒരു പ്രധാന പ്രവർത്തകനാണ് ഉണ്ണിയണ്ണൻ. ഉണ്ണിയണ്ണൻ വോട്ട് ഫാമിലി അടക്കം വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോകുന്ന ദൃശ്യമാണ്. ഹലോ സാർ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസിന്റെ മകനും മരുമകളും വോട്ട് ചെയ്യാനായി പോകുന്ന ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ കാണുന്നു? പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. അമ്മാവിയമ്മ വിജയിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? അതെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. NDA സ്ഥാനാർത്ഥി ലേഖ രാജേഷ് പൂങ്കോട് ബൂത്തിൽ അവിടുത്തെ വോട്ടർമാരെ നേരിൽ കാണുന്നതിനും അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി എത്തിക്കഴിഞ്ഞു. ആ ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ കാണുന്നു? നമ്മൾ 100% വിജയം പ്രതീക്ഷിക്കുന്നു. എല്ലാ വോട്ടർമാരെയും നേരിക്കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞു. എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ടു, എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിച്ചു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വോട്ട് രേഖപ്പെടുത്തിയോ? വോട്ട് രേഖപ്പെടുത്തിയില്ല. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. ജേട്ടത്തിക്ക് കൂട്ടായും സംഘടനയുടെ കരുത്തായി നിൽക്കുന്ന അനുജനെ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പ്? നമസ്കാരം. തീർച്ചയായിട്ടും ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. 100% വിജയം ഉറപ്പാണ് ഞങ്ങൾക്ക്. കാരണം അത്രയും
ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ടും പിന്തുണയും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ കലാരംഗത്തെ കലാകാരന്മാർ കൂടി ഈ കലാകാരിക്ക് പിന്തുണയായി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് നമ്മൾ പോരാതെ ഞങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാവിലെപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മളോട് 100% സപ്പോർട്ടായിട്ട് തന്നെയാണ് കൂടെ നിൽക്കുന്നത്. വീണ്ടും ഒരിക്കൽ തീർത്ത് പറയുന്നു, ഈ പ്രാവശ്യം വിജയം നമ്മളോടൊപ്പം തന്നെയായിരിക്കും. ഭാര്യയുടെ വിജയത്തെ എങ്ങനെ കാണുന്നു? 100% ഈ പൂങ്കോട് വാർഡിലെ തെരഞ്ഞെടുപ്പിൽ 100% വിജയം BJPക്ക് അനുകൂല സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാ വോട്ടർമാരും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സാക്ഷി വീണ്ടും വരും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 ബൂത്തുകളാണ് പൂങ്കോട് വാർഡിലുള്ളത്. 2 വാർഡുകളിലെയും വാർത്തകൾ തത്സമയം തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുവാൻ സാക്ഷി ടീമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് മേഖലകളിലുണ്ട്. സാക്ഷിയുടെ വാർത്തകളിൽ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ വിവരങ്ങളും യഥാസമയം എത്തിക്കുവാൻ സാക്ഷി സജ്ജമാണ്. സാക്ഷിയിൽ വാർത്തകൾ കാണുക, വിലയിരുത്തുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.